ഹായ് സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് മൊഡ്യൂൾ 4 പാർട്ട് 4 ആണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് ഇൻട്രിൻസിക് സെമി കണ്ടക്ടേഴ്സ്, എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടേഴ്സ് എന്തൊക്കെയാണ്. അതിൽ തന്നെ എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടേഴ്സിലെ എൻ ടൈപ്പ് സെമി കണ്ടക്ടേഴ്സും പി ടൈപ്പ് സെമി കണ്ടക്ടേഴ്സിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തു. നെക്സ്റ്റ് എന്താണ് പി എൻ ജംഗ്ഷൻ ഡയോഡ്, അത് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് പി എൻ ജംഗ്ഷൻ ഡയോഡിൻ്റെ വർക്കിംഗ് ആണ്. പി എൻ ജംഗ്ഷൻ ഡയോഡ് എങ്ങനെയാണ് സർക്യൂട്ടിൽ കണക്ട് ചെയ്യുന്നത്? രണ്ട് തരത്തിൽ നമ്മൾ പി എൻ ജംഗ്ഷൻ ഡയോഡ് സർക്യൂട്ടിൽ കണക്ട് ചെയ്യുന്നു. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ആസ് ഫോർവേഡ് ബയാസിങ് രീതിയിലാണ് ഒന്നാമത്തെ ടൈപ്പ് എന്ന് പറയുന്നത്. വളരെ സിമ്പിളാണ്. ഈ ഒരു ചിത്രത്തിലേക്ക് നിങ്ങൾ നോക്കാം. ഇതാണ് ഫോർവേഡ് ബയാസിങ് ഓഫ് എ പി എൻ ജംഗ്ഷൻ ഡയോഡ്. ഈ ഒരു പി എൻ ജംഗ്ഷൻ്റെ ഫോർവേഡ് ബയാസിൽ കണക്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ പി ടൈപ്പ് അഥവാ പി ഭാഗം, ഒരു പി എൻ ജംഗ്ഷൻ ഡയോഡിൽ പി ഭാഗം ഉണ്ടാവും, എൻ ഭാഗം ഉണ്ടാവും അല്ലേ. പി ടൈപ്പ് സെമി കണ്ടക്ടറും എൻ ടൈപ്പ് സെമി കണ്ടക്ടറും കണക്ട് ചെയ്തിട്ട് കമ്പൈൻ ചെയ്തുണ്ടാക്കുന്നതാണ് പി എൻ ജംഗ്ഷൻ ഡയോഡ്. അപ്പോൾ അതിനൊരു പി ഭാഗം ഉണ്ടാവും, എൻ ഭാഗം ഉണ്ടാവും. അപ്പോൾ ഈ ഒരു പി ഭാഗം നമ്മൾ പോസിറ്റീവ് ടെർമിനൽ ഓഫ് ബാറ്ററിൻ്റെ പോസിറ്റീവിലേക്കും കൊടുക്കുക. എൻ ഭാഗം നമ്മൾ നെഗറ്റീവ്, പി എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് ഭാഗം പോസിറ്റീവ് സൈഡിലേക്കും, എൻ എന്ന് പറഞ്ഞാൽ എൻ ഭാഗം നമ്മൾ നെഗറ്റീവ് സൈഡിലേക്കും, ബാറ്ററിൻ്റെ നെഗറ്റീവ് സൈഡിലേക്കും കണക്ട് ചെയ്യുക. ഇങ്ങനെ കണക്ട് ചെയ്യുന്നതിനെയാണ് ഫോർവേഡ് ബയാസ് എന്ന് പറയുന്നത്. ഫോർവേഡ് ബയാസ്. ഇപ്പം എന്താ സംഭവിക്കുന്നത് നോക്കാം. ഈ പി ഭാഗത്തുള്ളത് എന്താ? ശരിക്കും പി ഭാഗത്ത് കൂടുതലുള്ളത് ഹോൾസ് അല്ലെങ്കിൽ പോസിറ്റീവ് ചാർജാണ്. എന്നാൽ എൻ ഭാഗത്ത് കൂടുതലുള്ളത് ഇലക്ട്രോൺസ് അല്ലെങ്കിൽ നെഗറ്റീവ് ചാർജാണുള്ളത്. അപ്പോൾ എന്താ സംഭവിക്കുക? ഇവിടെ ആൾറെഡി ഒരു പി ജംഗ്ഷൻ ഡയോഡിൻ്റെ കേസിൽ നമ്മൾ ഡിപ്ലീഷൻ ലെയർ ഉണ്ടാവുമെന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. നമ്മൾ പി എൻ ജംഗ്ഷൻ ഡയോഡ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ സെൻറ്ററിൽ ഒരു ഡിപ്ലീഷൻ ലെയർ ഉണ്ടാവും, അതിനൊരു ബാരിയർ പൊട്ടൻഷ്യൽ ഉണ്ടാവും. അവിടെ ഹോൾസും ഇലക്ട്രോൺസും കൂടി ഡിഫ്യൂസ് ചെയ്തുണ്ടായിട്ടുള്ള ലെയറാണത്. പിന്നെ ഫർദറായിട്ട് അതിനെ ഡിഫ്യൂസ് ചെയ്യുന്നതിന് തൊട്ട് ആ ഡിപ്ലീഷൻ ലെയർ തടയുമെന്നുള്ളതാണ്. ഇനി നമ്മളിങ്ങനെ ഒരു ബാറ്ററിയുമായിട്ട് പി ടൈപ്പ് പോസിറ്റീവും എൻ ടൈപ്പ് നെഗറ്റീവുമായിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിനാണ് ഫോർവേഡ് ബയാസ് എന്ന് പറയുന്നത്. ഇങ്ങനെ ഫോർവേഡ് ബയാസിൽ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ, ഇവിടെ പോസിറ്റീവ് സൈഡ് ഓഫ് ബാറ്ററി ആണ് അല്ലേ. ഇവിടെ എന്താ ഉള്ളത്? ഹോൾസാണ്. ഹോൾസിന് എന്താ ഉള്ളത്? പോസിറ്റീവ് ചാർജാണ്. പോസിറ്റീവ് അടുത്ത് വന്നാൽ എന്ത് ചെയ്യും? പോസിറ്റീവിനെ റിപ്പൽ ചെയ്യുക എന്നാണ്, ഒന്നിനെ തെറിപ്പിച്ചും. പോസിറ്റീവ് നെഗറ്റീവ് അടുത്ത് വന്നു കഴിഞ്ഞാലോ അട്രാക്റ്റ് ചെയ്യും. അപ്പോൾ ഇത് ഇവിടെ നിന്നുള്ളതിനെ അങ്ങോട്ട് എന്ത് ചെയ്യും? റിപ്പൽ ചെയ്യും, അങ്ങോട്ട് തള്ളുമ്പോൾ ഈ ഹോൾസൊക്കെ എന്ത് ചെയ്യും? ഇങ്ങോട്ട് ചലിക്കാൻ തുടങ്ങും. ഇവിടെ എന്താ ഉള്ളത്? നെഗറ്റീവ് സൈഡാണ് അല്ലേ. അപ്പോൾ ഈ നെഗറ്റീവ് സൈഡ് ഇവിടെ എന്താ ഉള്ളത്? ഇലക്ട്രോൺസ് അല്ലെങ്കിൽ നെഗറ്റീവ് ചാർജാണ്. അപ്പോൾ നെഗറ്റീവ് എടുത്തു കഴിഞ്ഞാൽ അതും എന്ത് ചെയ്യും? നെഗറ്റീവും തമ്മിൽ റിപ്പൽ ചെയ്യും. നെഗറ്റീവും ഓപ്പോസിറ്റ് പോൾസുകൾ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അട്രാക്ട് ചെയ്യും. അല്ലെങ്കിൽ ഓപ്പോസിറ്റ് ചാർജസ് വന്നു കഴിഞ്ഞാൽ അട്രാക്റ്റ് ചെയ്യുള്ളൂ. സെയിം ചാർജസ് വന്നു കഴിഞ്ഞാൽ റിപ്പൽ ചെയ്യും. അത് നിങ്ങൾക്കറിയാം. അപ്പോൾ ഇവിടെ എന്താണ്? ഈ ഒരു സൈഡിൽ പി ടൈപ്പ് ആയതുകൊണ്ട് ഇവിടെ പോസിറ്റീവ് ചാർജ് ആയിരിക്കും ഉണ്ടാവുക. ഇവിടെ പോസിറ്റീവ് സൈഡ് ഓഫ് ബാറ്ററിയാണ്. അപ്പോൾ ഇതിനങ്ങോട്ട് റിപ്പൽ ചെയ്യും. ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഈ ഹോൾസിനെ ഇങ്ങോട്ട് റിപ്പൽ ചെയ്യും, തള്ളും. ഇവിടെ എന്താ ഉള്ളത്? നെഗറ്റീവ് സൈഡ് ഓഫ് ബാറ്ററിയാണ്. ഇവിടെ ഇലക്ട്രോൺസ് ഉള്ളത്, നെഗറ്റീവ് ചാർജ് ഉള്ളത്. അപ്പോൾ ഇവിടെ നിന്ന് ഇലക്ട്രോൺസിനെ ഇങ്ങോട്ടും തള്ളും. അപ്പോൾ നമ്മളിവിടെ ഡിപ്ലീഷൻ ലെയർ ഉണ്ട്. ആ ഡിപ്ലീഷൻ ലെയറിനൊക്കെ എന്ത് ചെയ്യും? അത് ബ്രേക്ക് ചെയ്യും. ഡിപ്ലീഷൻ ലെയർ നാരോ ആയിക്കൊണ്ടിരിക്കും, നാരോ ചെയ്യും. അപ്പോൾ കുറച്ച് വീതിയിലുള്ള ഡിപ്ലീഷൻ ലെയറൊക്കെ, ആ ലെയറൊക്കെ കട്ടിയില്ലാതായി എന്താ ഇവിടുന്ന് ഇങ്ങോട്ട് ഇലക്ട്രോൺസും ഇവിടുന്ന് ഇങ്ങോട്ട് പോസിറ്റീവ് ചാർജ് ഹോൾസും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും എന്താണ് ഈ ബാറ്ററി ടെർമിനൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഫോഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഡിപ്ലീഷൻ ലെയറൊക്കെ ബ്രേക്ക് ചെയ്തിട്ട് എന്ത് ചെയ്യും? കറണ്ട് ഫ്ലോ ചെയ്യാൻ തുടങ്ങും. ഇതിലൂടെ ഈ ഒരു പി എൻ ജംഗ്ഷൻ ഡയോഡിലൂടെ കറണ്ട് ഫ്ലോ ചെയ്യാൻ തുടങ്ങും.
അപ്പോൾ ഫോർവേഡ് ബയാസിൽ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ പി എൻ ജംഗ്ഷൻ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ പി എൻ ജംഗ്ഷൻ കറണ്ട് കടത്തിവിടും. എങ്ങനെയാണ് കടത്തിവിടുന്നത് മനസ്സിലായില്ലേ? അഥവാ നമ്മുടെ പോസിറ്റീവ് സൈഡ് ഹോൾസിനെ റിപ്പൽ ചെയ്യും, നെഗറ്റീവ് സൈഡ് ഇലക്ട്രോൺസിനെ റിപ്പൽ ചെയ്യുമ്പോൾ ആ ഡിപ്ലീഷൻ ലെയർ ബ്രേക്ക് ആയിട്ട് അല്ലെങ്കിൽ നാരോ ആയിട്ട് അതിലൂടെ എന്ത് ചെയ്യും, ഇലക്ട്രോൺസും ഹോൾസും അങ്ങോട്ടും ഇങ്ങോട്ട് പാസ് ചെയ്യാൻ തുടങ്ങും. അഥവാ ഇലക്ട്രോൺസ് പാസ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ്, അത് ഫ്ലോ ഓഫ് ഇലക്ട്രോൺസ് എന്ന് പറഞ്ഞാൽ കറണ്ട് ഫ്ലോ ചെയ്യാൻ തുടങ്ങും. ഓക്കെ, അപ്പോൾ നമുക്ക് മനസ്സിലായി എന്താ ഫോർവേഡ് ബയാസിൽ നമ്മളൊരു പി എൻ ജംഗ്ഷൻ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ കറണ്ട് കണ്ടക്ട് ചെയ്യും, കറണ്ട് കടത്തി വിടും. അതാണ് ഫസ്റ്റ് കണ്ടീഷൻ എന്ന് പറയുന്നത്. അതുതന്നെയാണ് ഇതിൽ ഞാൻ നോട്ടിൽ നമുക്ക് കൊടുത്തിട്ടുള്ളത്. എന്താണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത്, എന്താണ് ഫോർവേഡ് ബയാസിസ് എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് സൈഡ് പോസിറ്റീവുമായി കണക്ട് ചെയ്യുന്നു, നെഗറ്റീവ് സൈഡ് നെഗറ്റീവുമായി, എൻ സൈഡ് നെഗറ്റീവുമായി കണക്ട് ചെയ്യുന്നു. നെക്സ്റ്റ് ഇവിടെ ബാരിയർ പൊട്ടൻഷ്യൽ എന്ത് ചെയ്യും, ലോവർ ചെയ്തിട്ട് എന്താണ് ചാർജ് ക്യാരീസ് അഥവാ നമ്മൾ ഇലക്ട്രോൺസും ഹോൾസും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് ചെയ്തിട്ട് ഇതിലൂടെ എന്ത് ചെയ്യും, പാസ് ചെയ്യാൻ തുടങ്ങും. കാരണം ഇലക്ട്രോൺസിന് നമ്മൾ നെഗറ്റീവ് സൈഡ് ഓഫ് ബാറ്ററി റിപ്പൽ ചെയ്യും, ഹോൾസിനെ പോസിറ്റീവ് സൈഡ് ഓഫ് ബാറ്ററി റിപ്പൽ ചെയ്തിട്ട് ആ ഒരു ഡിപ്ലീഷൻ ലെയർ തന്നെ നാരോ ആയിട്ട് ബ്രേക്ക് ചെയ്തിട്ട് അവിടെ എന്ത് ചെയ്യും, ഇലക്ട്രോൺസും ഹോൾസും പാസ് ചെയ്യാൻ തുടങ്ങും. അഥവാ കറണ്ട് കണ്ടക്ട് ചെയ്യും, ഫ്ലോ ചെയ്യും. അപ്പോൾ ഇങ്ങനെയാണ് ഫോർവേഡ് ബയാസിസിലെ പി എൻ ജംഗ്ഷൻ ഡയോഡിൻ്റെ വർക്കിംഗ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് റിവേഴ്സ് ബയാസ്ഡ്. ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് റിവേഴ്സ് ബയാസ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. റിവേഴ്സ് ബയാസ്ഡ് എന്ന് പറഞ്ഞാൽ ഇതിൽ തന്നെ രണ്ടാമത്തെ ചിത്രം നോക്കുക. ഇതാണ് നമ്മൾ റിവേഴ്സ് ബയാസ്ഡിൻ്റെ ഫിഗർ. ഇതിൽ നമ്മൾ നേരെ ഓപ്പോസിറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മൾ പി എൻ ജംഗ്ഷൻ്റെ പി ഭാഗം നമ്മൾ നെഗറ്റീവ് സൈഡ് ഓഫ് ബാറ്ററിയുമായി കണക്ട് ചെയ്യുന്നു. എൻ ഭാഗം അഥവാ എൻ ഭാഗം നെഗറ്റീവ് ഭാഗം നമ്മൾ പോസിറ്റീവ് സൈഡ് ഓഫ് ബാറ്ററിയുമായിട്ടും കണക്ട് ചെയ്യുന്നു, നേരെ ഓപ്പോസിറ്റ് കണക്ട് ചെയ്യുന്നു. അപ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഇവിടെ എന്താണ് എൻ നെഗറ്റീവാണ്, ഇവിടെ പി ഭാഗമാണ്, ഇവിടെ എൻ ഭാഗമാണ്, ഇവിടെ പോസിറ്റീവാണ്. അപ്പോൾ പി ഭാഗത്ത് എന്താ കൂടുതലുണ്ടാവുക, പി ഭാഗത്ത് കൂടുതലുള്ളത് പോസിറ്റീവ് ചാർജ് അല്ലെങ്കിൽ ഹോൾസാണ്. ഇവിടെ ബാറ്ററിൻ്റെ ഈ സൈഡിലോ ഇവിടെ നെഗറ്റീവാണ്. അപ്പോൾ ഇവിടുന്ന് ഇങ്ങോട്ട് അട്രാക്ഷൻ വരും. നേരത്തെ റിപ്പൽ ചെയ്യുന്നു, കാരണം സെയിം ചാർജ് വന്നു. ഇവിടെ എന്താണ് ഇപ്പോൾ ഒരു നെഗറ്റീവും പോസിറ്റീവും എന്താണ് അട്രാക്റ്റ് ചെയ്യുക. അപ്പോൾ ഇവിടുന്ന് എന്ത് ചെയ്യും, ഇങ്ങോട്ട് വലിക്കുക, ഇങ്ങോട്ട് ഈ ബാറ്ററിൻ്റെ നെഗറ്റീവ് ടെർമിനൽ അവിടേക്ക് ഹോൾസിനെ ഇങ്ങോട്ട് വലിക്കുക, ഇങ്ങോട്ട് അട്രാക്ഷൻ ചെയ്യാൻ ചെയ്യുക. ഇതുപോലെ തന്നെ ഈ ഒരു സൈഡിൽ എന്താണുള്ളത്, ഇവിടെ പോസിറ്റീവാണ് ഉള്ളത്, ഇവിടെ ഇലക്ട്രോൺ എൻ ഭാഗത്തുള്ളത് കൂടുതൽ ഇലക്ട്രോൺസ് അല്ലെങ്കിൽ നെഗറ്റീവ് ചാർജാണ്. അപ്പോഴും ഇവിടെയും പോസിറ്റീവും നെഗറ്റീവും വന്നു. അപ്പോൾ ഇവിടുന്നും ഇങ്ങോട്ട് അട്രാക്ഷനാണ് സംഭവിക്കുക. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ട് സൈഡിലേക്ക് ഹോൾസും ഇലക്ട്രോൺസും രണ്ട് സൈഡിലേക്കും ഇങ്ങോട്ടും പോവുക. അങ്ങനെ പോയി കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഈ രണ്ട് സൈഡിൽ നിന്നും പരമാവധി ഈ പി ഭാഗത്തും എൻ ഭാഗത്തും മാക്സിമം കൂടുതലുണ്ടാവുക ഹോൾസും, ഇവിടെ കൂടുതലുണ്ടാവുക നെഗറ്റീവ് എൻ ഭാഗത്ത് കൂടുതൽ ഉണ്ടാവുക ഇലക്ട്രോൺസ് ആണ്. അപ്പോൾ അത് അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് ആയി കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ ഉണ്ടായിരുന്ന ഡിപ്ലീഷൻ ലെയർ, നേരത്തെ ചെറിയ ലെയർ ഉണ്ടായിരുന്നെങ്കിൽ ആ ലെയർ വീണ്ടും വലുതായി വരും. ആ ഡിപ്ലീഷൻ ലെയർ എന്ത് ചെയ്യും, അങ്ങോട്ടും ഇങ്ങോട്ടും ഇലക്ട്രോൺസും ഹോൾസും പാസ് ചെയ്ത് കഴിഞ്ഞാൽ അത് എന്ത് ചെയ്യും, പരസ്പരം ഡിഫ്യൂസ് ചെയ്തിട്ട് നമ്മളെ ഇവിടെ ഉണ്ടായിരുന്ന ഡിപ്ലീഷൻ ലെയർ വലുതായി എൻലാർജ് ചെയ്ത് വരും. ഡിപ്ലീഷൻ ലെയറിൻ്റെ വീതി കൂടിയിട്ട് തീരെ കറണ്ട് കടത്തി വിടാത്ത ഒരവസ്ഥ വരും. തീരെ കറണ്ട് കണ്ടക്ട് ചെയ്യാത്ത ഒരു സ്വിച്ച് പോലെ ആക്ട് ചെയ്യും. അപ്പോൾ റിവേഴ്സ് ബയാസിസിൽ എന്ത് ചെയ്യില്ല, കറണ്ട് കടത്തി വിടില്ല. ഒരു പി എൻ ജംഗ്ഷൻ ഫോർവേഡ് ബയാസിസിൽ ആ ഡിപ്ലീഷൻ ലെയർ ബ്രേക്ക് ആയിട്ട് അല്ലെങ്കിൽ നാരോ ചെയ്തിട്ട് കറണ്ട് പാസ് ചെയ്യും. എന്നാൽ റിവേഴ്സ് ബയാസിസിൽ നേരെ തിരിച്ചാണ്, ഡിപ്ലീഷൻ ലെയർ എൻലാർജ് ചെയ്തിട്ട് കറണ്ട് കടത്തി വിടൂല എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. അപ്പോൾ ഇങ്ങനെയാണ് രണ്ട് തരത്തിൽ നമ്മൾ പി എൻ ജംഗ്ഷൻ്റെ വർക്കിംഗ് എന്ന് പറയുന്നത്. ഇനി റിവേഴ്സ് ബയാസിൽ ഒരു പ്രത്യേകത കൂടെ ഉണ്ട്. ഇവിടെ ഈ ഒരു പി എൻ ജംഗ്ഷൻ ഇങ്ങനെ എന്താണ്, നമ്മൾ സാധാരണ ഒരു ബാറ്ററിയുമായി കണക്ട് ചെയ്യുമ്പോഴാണ് ഇവിടെ തീരെ കറണ്ട് കടത്തി വിടാത്തത്. അല്ലെങ്കിൽ സാധാരണ ബാറ്ററിയുമായി എന്നല്ല, സാധാരണ ഇങ്ങനെ ഒരു റിവേഴ്സ് ബയാസിസിൽ വരുന്ന സമയത്ത് എന്നാൽ തന്നെ അത് നോർമൽ വോൾട്ടേജിൻ്റെ കേസിലാണ്. എന്നാൽ നമ്മൾ ഈ വോൾട്ടേജ് കൂട്ടി വരികയാണ്, നമ്മൾ ഈ ബാറ്ററിൻ്റെ വോൾട്ടേജ് കൂട്ടി കൊണ്ടുവന്നു. അത് സ്പെഷ്യൽ കേസ് പറയാണ്. കൂട്ടി കൊണ്ടുവരുമ്പോൾ എന്താണ്,
നമ്മൾ ഇങ്ങനെ ഈ ഡിപ്ലീഷൻ ലെയർ വലുതായി വന്നു. പക്ഷെ എന്താണ്, ഒരു പരിധി, ഒരു മാക്സിമം ലിമിറ്റ് ഉണ്ട്. ആ ലിമിറ്റിന് മേലേക്ക് വോൾട്ടേജ് കൂട്ടിക്കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യും, ഈ ഒരു ഡിപ്ലീഷൻ ലെയറൊക്കെയാണ് ബ്രേക്കായിട്ട് കറണ്ട് കടത്തിവിടാൻ തുടങ്ങും. ആ ഒരു ലിമിറ്റ് വോൾട്ടേജിനെയാണ് നമ്മൾ സെനർ ബ്രേക്ക് ഡൗൺ വോൾട്ടേജ് എന്ന് വിളിക്കുന്നത്. എന്താണ് സെനർ ബ്രേക്ക് ഡൗൺ വോൾട്ടേജ്? അത് നോർമൽ കേസ് അല്ല. സാധാരണ കേസിൽ ഫോർവേഡ് ബയാസിൽ കറണ്ട് കടത്തിവിടും, റിവേഴ്സ് ബയാസിൽ കറണ്ട് തീരെ കടത്തിവിടില്ല. എന്നാൽ റിവേഴ്സ് ബയാസിന് വളരെ ഹൈ വോൾട്ടേജ് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു ഡിപ്ലീഷൻ ലൈനൊക്കെ ബ്രേക്ക് ചെയ്തിട്ട് കറണ്ട് കടത്തിവിടും. അതിനെയാണ് സെനർ ബ്രേക്ക് ഡൗൺ വോൾട്ടേജ്. ആ ലിമിറ്റ് ഓഫ് വോൾട്ടേജിനെയാണ് നമ്മൾ സെനർ ബ്രേക്ക് ഡൗൺ വോൾട്ടേജ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയാണ് നമ്മൾ ഒരു PN ജംഗ്ഷൻ ഡയോഡിൻ്റെ വർക്കിംഗ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് നെക്സ്റ്റ് ടോപ്പിക്കിലേക്ക് പോവാം. അപ്പോൾ അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. എങ്ങനെയാണ് റിവേഴ്സ് ബയാസ് ചെയ്യാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. വായിച്ചു നോക്കി കഴിഞ്ഞാൽ എക്സാമിന് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എഴുതാം. കൂടുതലും ഇങ്ങനെ ഇതിൻ്റെ വർക്കിംഗ് ആയിട്ട് ചോദിക്കാറില്ല. കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നെക്സ്റ്റ് നമ്മൾ പറയുന്ന കാര്യങ്ങളാണ് ചോദിക്കാറുള്ളത്. അതാണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത്, റെക്ടിഫയേഴ്സ്. അതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ടോപ്പിക്കാണ് റെക്ടിഫയേഴ്സ്. എന്താണ് റെക്ടിഫയർ? റെക്ടിഫയർ എന്ന് പറഞ്ഞാൽ ഡിവൈസ് ദാറ്റ് കൺവേർട്സ് an oscillating two-directional alternating current into a single directional current DC. വളരെ സിമ്പിളാണ്, ഒന്നും കുറേ കൺഫ്യൂഷൻ ആവുന്നില്ല. ഇത് ഈ ഡെഫിനേഷൻ കാണുമ്പോൾ നിങ്ങൾക്ക് വളരെ കോംപ്ലിക്കേറ്റഡ് ആയി തോന്നുമെങ്കിലും ഒന്നുമില്ല. റെക്ടിഫയർ എന്ന് പറഞ്ഞാൽ നമ്മൾ ടു ഡയറക്ഷണൽ ആയിട്ടുള്ള AC-നെ യൂണി ഡയറക്ഷൻ ആയിട്ടുള്ള DC കറണ്ടാക്കി മാറ്റുക, അത്രേ ഉള്ളൂ. AC-നെ DC ആക്കുക, ആൾട്ടർനേറ്റിംഗ് കറണ്ടിനെ ഡയറക്റ്റ് കറണ്ടാക്കി മാറ്റുക എന്നുള്ളതാണ് റെക്ടിഫയറിൻ്റെ ഫങ്ഷൻ. അപ്പോൾ ഈ ആൾട്ടർനേറ്റർ നമ്മൾ AC ജനറേറ്റർ യൂസ് ചെയ്തു, അതിൻ്റെ അകത്ത് എന്താണ് ആൾട്ടർനേറ്റിംഗ് കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. നമുക്ക് പുറത്ത് DC വേണം. നമ്മൾ ഡൈനാമോയിലേക്ക് DC ജനറേറ്റർ യൂസ് ചെയ്യുന്നതിന് പകരം നമ്മൾ റെക്ടിഫയർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ, ആ റെക്ടിഫയർ അതിൻ്റെ എക്സ്റ്റേണൽ സർക്യൂട്ടിൽ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ റെക്ടിഫയർ എന്ത് ചെയ്യും, AC-നെ അഥവാ ആൾട്ടർനേറ്റിംഗ് കറണ്ടിനെ ഡയറക്റ്റ് കറണ്ട് ആക്കും. ഇവിടെ ഡയറക്റ്റ് കറണ്ട് നമ്മൾ ബാറ്ററിയിലെ ഡയറക്റ്റ് കറണ്ട് പോലെ ഉള്ള കോൺസ്റ്റൻറ്റ് മാഗ്നിറ്റ്യൂഡ് ആയിട്ടുള്ള കറണ്ട് അല്ല. യൂണി ഡയറക്ഷണൽ അല്ലെങ്കിൽ സിംഗിൾ ഡയറക്ഷണൽ, നമ്മൾ എന്താണ് DC ജനറേറ്ററിൻ്റെ കേസ് പോലത്തെ യൂണി ഡയറക്ഷണൽ DC കറണ്ടാണ് ആക്കിയാണ് മാറ്റുക. അല്ലാതെ പ്ലെയിൻ ആയിട്ടുള്ള ബാറ്ററിയിൽ നിന്ന് കിട്ടുന്ന മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള DC കറണ്ട് അല്ല. നമ്മൾ ഇതുപോലെയുള്ള യൂണി ഡയറക്ഷണൽ കറണ്ടാണ്. മാഗ്നിറ്റ്യൂഡ് ഇങ്ങനെ വേരി ചെയ്യുന്ന ആവശ്യം എന്താണ്, ഡയറക്ഷൻ നെഗറ്റീവ് ഡയറക്ഷനിലേക്ക് പോകില്ല, പകരം പോസിറ്റീവ് സൈഡിൽ മാത്രമേ ഉണ്ടാവുള്ളൂ. ഇതുപോലത്തെ യൂണി ഡയറക്ഷണൽ അല്ലെങ്കിൽ സിംഗിൾ ഡയറക്ഷണൽ DC കറണ്ടാണ് ഉണ്ടാക്കുന്നത് ഒരു റെക്ടിഫയർ. അപ്പോൾ നമ്മൾ ഒരു ആൾട്ടർനേറ്റിംഗ് കറണ്ട് AC നമ്മൾ ഈ റെക്ടിഫയറിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ അത് യൂണി ഡയറക്ഷണൽ, സിംഗിൾ ഡയറക്ഷണൽ, ഡയറക്റ്റ് കറണ്ട് DC കറണ്ടിലേക്ക് കൺവേർട്ട് ചെയ്യും. അതാണ് റെക്ടിഫയർ ചെയ്യുന്നത്. ഇനി റെക്ടിഫയർ ഡിഫറെൻറ്റ് ടൈപ്സ് ഉണ്ട്. ഹാഫ് വേവ് റെക്ടിഫയർ ഉണ്ട്, ഫുൾ വേവ് റെക്ടിഫയർ ഉണ്ട്. ഈ ഫുൾ വേവ് റെക്ടിഫയറിന് രണ്ട് ടൈപ്പ് ഉണ്ട്. സെൻട്രൽ ടാപ്ഡ് ഫുൾ വേവ് റെക്ടിഫയർ ഉണ്ട്, ബ്രിഡ്ജ് റെക്ടിഫയർ ഉണ്ട്. ഇനി ഓരോന്ന് ഡിസ്കസ് ചെയ്യാം. അത് നമുക്ക് ഫസ്റ്റ് നമ്മൾ ഹാഫ് വേവ് റെക്ടിഫയർ ഡിസ്കസ് ചെയ്യും. അപ്പോൾ എന്താണ് റെക്ടിഫയർ എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ലേ? AC-നെ DC, ആൾട്ടർനേറ്റിംഗ് കറണ്ടിനെ ഡയറക്റ്റ് കറണ്ട് ഒക്കെ. അവിടെ ഡയറക്റ്റ് കറണ്ട് എന്ന് പറഞ്ഞാൽ ഒരു ബാറ്ററിയിൽ നിന്ന് കിട്ടുന്ന പോലെ അല്ല, ഒരു എന്താണ് യൂണി ഡയറക്ഷണൽ അല്ലെങ്കിൽ സിംഗിൾ ഡയറക്ഷണൽ ആയിട്ടുള്ള DC ആണ് നമുക്ക് കിട്ടുക. അവിടെ മാഗ്നിറ്റ്യൂഡിൽ ചേഞ്ച് ഉണ്ടാവും, ഡയറക്ഷൻ ചേഞ്ച് ചെയ്യില്ല. നമ്മൾ ജനറേറ്ററിൻ്റെ ഔട്ട്പുട്ട് എന്നൊക്കെ DC ജനറേറ്റർ അല്ലെങ്കിൽ ഡൈനാമോൻ്റെ ഔട്ട്പുട്ട് നിന്ന് കിട്ടുന്ന പോലത്തെ ഡയറക്ഷണൽ കറണ്ടാണ്, ഡയറക്റ്റ് കറണ്ടാണ്, DC ആണ് നമുക്ക് റെക്ടിഫയറിൻ്റെ ഔട്ട്പുട്ടിലും കിട്ടുക. ഫസ്റ്റ് ഹാഫ് വേവ് റെക്ടിഫയർ എന്താണ് നോക്കാം. എന്താണ് ഹാഫ് വേവ് റെക്ടിഫയർ? ഒരു ഹാഫ് വേവ് റെക്ടിഫയർ എന്ന് പറഞ്ഞാൽ ആ പേരിൽ തന്നെ കിട്ടും അല്ലേ. അവിടെ ഹാഫ് വേവിനെ മാത്രമേ റെക്ടിഫൈ ചെയ്യുള്ളൂ, ഫുൾ വേവിനെ എന്ത് ചെയ്യില്ല, റെക്ടിഫൈ ചെയ്യില്ല. എന്താണ് വേവ്? നമ്മളൊരു ആൾട്ടർനേറ്റിംഗ് കറണ്ട് AC-നെ നമ്മൾ വേവ് ഫോമിൽ വരക്കുമ്പോൾ അതൊരു വേവ് പോലെയാണ് അല്ലേ. ഇവിടെ ഇങ്ങനെ കറണ്ട് കൂടി കുറഞ്ഞു, പിന്നെ നെഗറ്റീവ് ഡയറക്ഷനിൽ മാക്സിമമായി, പിന്നെ പോസിറ്റീവ്, പിന്നെ നെഗറ്റീവ്, ഇങ്ങനെ ഒരു വേവ് ഫോമിലാണ് നമ്മളിവിടെ ആൾട്ടർനേറ്റിംഗ് കറണ്ട് ഉള്ളത്. അപ്പോൾ ഇവിടെ പോസിറ്റീവ് ഹാഫ് സൈക്കിളിനെ മാത്രം എന്ത് ചെയ്യുക, റെക്ടിഫൈ ചെയ്യുക.
നെഗറ്റീവിനെ നമ്മൾ തീരെ അങ്ങോട്ട് കറണ്ടിനെ കടത്തി വിടാത്തൊരവസ്ഥ വരിക. ഇങ്ങനെ കടത്തി വിടുന്ന റെക്ടിഫൈ ചെയ്യുന്നതിനാണ് ഹാഫ് വേവ് റെക്ടിഫയർ എന്ന് പറയുന്നത്. നമുക്ക് നോക്കാം. ഇവിടെ ഹാഫ് വേവ് റെക്ടിഫയർ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഡയോഡാണ്. ഇപ്പോൾ നമ്മൾ പി എൻ ജംഗ്ഷൻ ഡയോഡിനെ കുറിച്ച് പഠിച്ചു അല്ലേ. പി എൻ ജംഗ്ഷൻ ഡയോഡിൻ്റെ പ്രത്യേകത എന്താ? ഫോർവേഡ് ബയാസിസിൽ കറണ്ട് കടത്തി വിടും, റിവേഴ്സ് ബയാസിസിൽ കറണ്ട് കടത്തി വിടില്ല. ആ ഒരു സിംഗിൾ ഡയോഡ് ആ ഒറ്റ ഡയോഡ് മാത്രം മതി നമുക്ക് റെക്ടിഫയർ ആയിട്ട് യൂസ് ചെയ്യാൻ. അതാണ് ഒരു ഹാഫ് വേവ് റെക്ടിഫയർ. അപ്പോൾ ഒരു സിംഗിൾ ഡയോഡ്, പി എൻ ജംഗ്ഷൻ ഡയോഡ്, അത് നമ്മൾ സർക്യൂട്ടിൽ കൊടുത്തു കഴിഞ്ഞാൽ അത് എ സിനെ ഡി സി, പക്ഷേ ഹാഫ് വേവിനെ റെക്ടിഫൈ ചെയ്യുള്ളൂ, ഫുൾ വേവിനെ റെക്ടിഫൈ ചെയ്യില്ല. കാരണം എന്താ? നമുക്ക് നോക്കാം. ഇപ്പോൾ ഈ ഒരു ചിത്രത്തിൽ നിങ്ങൾക്ക് ഒരു ഡയോഡ് കാണും. ഇവിടെ നമ്മൾ ആൾട്ടർനേറ്റിംഗ് കറണ്ട് ഉണ്ടാവും. ആദ്യം പോസിറ്റീവ് നെഗറ്റീവ് ഇങ്ങനെ വരിക. നമ്മൾ കറണ്ട് കൊടുക്കുന്ന സമയത്ത് ആദ്യം പോസിറ്റീവ് നെഗറ്റീവ് വരും. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യും? ഇത് എന്ന് പറഞ്ഞാൽ ഈ ഡയോഡിൻ്റെ സിമ്പലാണ് ഇങ്ങനെ. അത് ഞാൻ പറയാൻ വിട്ടു. ഇതാണ് നമ്മൾ ഡയോഡിൻ്റെ പി എൻ ജംഗ്ഷൻ ഡയോഡിൻ്റെ സിമ്പൽ എന്ന് പറയുന്നത്. ഇങ്ങനെയാണ് ഈ ചിത്രത്തിൽ നിങ്ങൾക്ക് കാണാം. ഇതാണ് നമ്മൾ പി ഭാഗം, ഇതാണ് എൻ ഭാഗം. പി ഭാഗം കുറച്ച് ഒരു ട്രയാങ്കിൾ രീതിയിലാണ് നമ്മൾ വരയ്ക്കുക. അതാണ് പി ഭാഗം, ഇത് എൻ ഭാഗം. ഈ ഡയോഡിൻ്റെ സിമ്പലൊക്കെ നിങ്ങൾ വരച്ചെടുക്കണം. ഇത് പി ഭാഗം, ഇത് എൻ ഭാഗം. അപ്പോൾ നമ്മൾ പി ഭാഗം ആദ്യം പി ഭാഗം ഇവിടെ പോസിറ്റീവ് ഇവിടെ നെഗറ്റീവ് ആൾട്ടർനേറ്റിംഗ് കറണ്ടിന് ആദ്യം വരിക സ്റ്റാർട്ട് ചെയ്യുമ്പോൾ. ഇപ്പോൾ പി ഭാഗം പോസിറ്റീവുമായിട്ടും എൻ ഭാഗം നെഗറ്റീവുമായിട്ടോ കണക്ട് ആവുക. അപ്പോൾ ഫോർവേഡ് ബയാസിസിലായി. ഫോർവേഡ് ബയാസിസിലാവുമ്പോൾ ഇവിടെ നമ്മൾ ആൾട്ടർനേറ്റിംഗ് കറണ്ടാണല്ലേ കൊടുക്കുന്നത്. അപ്പോൾ ഇങ്ങനെ കൂടി കുറഞ്ഞപ്പോൾ ഈ ഒരു വേവ് ഫോം ഇത്ര എത്തി. അപ്പോൾ അത്രയും സ്ഥലത്ത് ഇവിടെ പോസിറ്റീവും ഇവിടെ നെഗറ്റീവ് ആയിരിക്കും. അപ്പോൾ ഇവിടെ ഔട്ട്പുട്ടായിട്ട് നമുക്ക് അതേപോലെ എന്ത് ചെയ്യും? ഒരു കറണ്ട് നമുക്ക് കിട്ടും. കാരണം കറണ്ട് കടത്തി വിടും. ഇനി നേരെ എ സി എന്ത് ചെയ്യാണ്? എ സി എന്താ ചെയ്യുക? നേരെ ഡയറക്ഷൻ റിവേഴ്സ് ചെയ്യുക, നേരെ താഴോട്ട് പോവുക. ആ സമയത്ത് എന്താ സംഭവിക്കണമെന്ന് വെച്ചാൽ നേരെ ഇപ്പോൾ ഇങ്ങനെ വന്ന് താഴോട്ട് പോകുന്ന സമയത്ത് ഇവിടെ നെഗറ്റീവും ഇവിടെ പോസിറ്റീവും ഈ ഒരു വേവ് ഫോം താഴ് ഭാഗത്ത് രണ്ടാമത്തെ സൈക്കിളിൻ്റെ രണ്ടാം പാതിയിൽ നെഗറ്റീവ് ഡയറക്ഷനിൽ പോകുമ്പോൾ ഈ ഇവിടെ നെഗറ്റീവും ഇവിടെ പോസിറ്റീവും മാറും. അപ്പോൾ ഇവിടെ എന്തായി? ഇത് റിവേഴ്സ് ബയാസിസിലായി. കാരണം എന്താ? ഇവിടെ പി ആണ്, ഇവിടെ എന്നും ആണ്. അപ്പോൾ റിവേഴ്സ് ബയാസിസിലായി. റിവേഴ്സ് ബയാസിലാകുമ്പോൾ പിന്നെ കറണ്ട് കടത്തി വിടുമോ? അപ്പോൾ ഇവിടെ പോസിറ്റീവ് ഹാഫ് സൈക്കിൾ ആൾറെഡി കഴിഞ്ഞു. പിന്നെ നെഗറ്റീവിൽ എന്ത് ചെയ്യില്ല? ഇവിടെ കറണ്ട് കടത്തി വിടൂല. ഓക്കെ, അതാണ് ഈ ചിത്രത്തിൽ നിങ്ങൾക്ക് കാണാം. ഇവിടെ നമുക്ക് ഇങ്ങനെ ഫുൾ ഹാഫ് സൈക്കിൾ ഉണ്ട്. ഇവിടെ നമുക്ക് ഫസ്റ്റ് ഇത് കാണു, രണ്ടാമത്തെ നെഗറ്റീവ് ഹാഫ് സൈക്കിൾ സമയത്ത് എന്ത് ചെയ്യില്ല? കറണ്ട് കടത്തി വിടൂല. അതുകൊണ്ടാണ് ഇതിനെ ഹാഫ് വേവ് റെക്ടിഫയർ എന്ന് പറയുന്നത്. നെഗറ്റീവിൽ തീരെ കറണ്ട് ഇതിലേക്ക് കടത്തി വിടൂല. പോസിറ്റീവിൽ മാത്രമേ പോസിറ്റീവ് ഹാഫ് സൈക്കിൾ ഓഫ് എ സിയിൽ മാത്രമേ കറണ്ട് കടത്തി വിടുള്ളൂ. കാരണം പോസിറ്റീവ് ഹാഫ് സൈക്കിൾ സമയത്ത് ഡയോഡ് എന്തായി? ഫോർവേഡ് ബയാസിസിലായി. നെഗറ്റീവ് ഹാഫ് സൈക്കിൾ റിവേഴ്സ് ബയാസിസിലായിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ പോസിറ്റീവ് ഹാഫ് സൈക്കിൾ ഫോർവേഡ് ബയാസിസിലും നെഗറ്റീവ് ഹാഫ് സൈക്കിൾ റിവേഴ്സ് ബയാസിസിലും ആവും. അതുകൊണ്ട് തന്നെ ഒരു ഹാഫ് വേവിന് മാത്രം റെക്ടിഫൈ. ഇപ്പോൾ ഇങ്ങനെയുള്ള എ സി ഇതിൻ്റെ പോസിറ്റീവ് വരുന്നു, പിന്നെ നെഗറ്റീവ് പോസിറ്റീവ് വരുന്നു. ഇതിനെ നമ്മൾ ഡയോഡിൻ്റെ ആദ്യം പോസിറ്റീവിൽ ഫോർവേഡ് ബയാസാവും, അപ്പോൾ കറണ്ടിന് കടത്തി വിടും. പിന്നെ നെഗറ്റീവ് വരുമ്പോൾ റിവേഴ്സ് ബയാസിന് കറണ്ട് കടത്തി വിടൂല. പിന്നെ കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ട് അടുത്ത പോസിറ്റീവ് വരുമ്പോൾ സമയത്ത് വീണ്ടും കറണ്ട് കടത്തി വിടും. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഔട്ട്പുട്ട് എങ്ങനെ കിട്ടുക? ഔട്ട്പുട്ട് ഇങ്ങനെ കിട്ടുക. ജസ്റ്റ് ഒരു പോസിറ്റീവ് പിന്നെ കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ട് പിന്നെ അങ്ങനെ കുറച്ച് ഗ്യാപ്പ്, ഇതിനിടയിൽ കുറച്ച് കറണ്ട് ഇങ്ങനെ ഇല്ലാത്ത പോലെ ഉണ്ടാവും. അതാണ് ഇതിൻ്റെ ഒരു പോരായ്മ എന്ന് പറയുന്നത്. പക്ഷേ വളരെ മൈന്യൂട്ട് സെക്കൻഡ്സ് ഉണ്ടാവുള്ളൂ. ഇതിൻ്റെ ഫ്രീക്വൻസി നമുക്കറിയാം, ഈ റേസിൻ്റെ ഫ്രീക്വൻസി 50 ഹെർട്സ് ആണ്. ഒരു സൈക്കിള് കംപ്ലീറ്റ് ചെയ്യാൻ, ഇപ്പോൾ ഈ ഒരു സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യാൻ 50 ഹെർട്സ് എന്ന് പറയുമ്പോൾ 1/50 സെക്കൻഡ്സ്. ഒരു സെക്കൻഡിന് 50 മതി. അപ്പോൾ 50 25 മതിയാവും ഇതിൻ്റെ പകുതി കണക്ട് ചെയ്യണം. അപ്പോൾ ആ 25 ഒരു സെക്കൻഡിൻ്റെ 25 ആ സമയം ഇങ്ങനെ കറണ്ട് ഉണ്ടാവില്ല. അടുത്ത പോസിറ്റീവിൽ ഇങ്ങനെ കറണ്ട് ഉണ്ടാവും. അപ്പോൾ പക്ഷേ ഇത് എപ്പോഴും എല്ലായിടത്തും നമുക്ക് യൂസ് ചെയ്യാൻ കഴിയില്ല. പക്ഷേ ഈ ഹാഫ് വേവ് റെക്ടിഫയർ നമ്മൾ മനസ്സിലാക്കിയാലേ ഫുൾ വേവ് റെക്ടിഫയർ നമുക്ക് മനസ്സിലാവുള്ളൂ. അപ്പം ഹാഫ് വേവ് റെക്ടിഫയർ എന്ന് പറഞ്ഞാൽ ഒരു സിംഗിൾ ഡയോഡാണ്. ഒരു സിംഗിൾ ഡയോഡ് നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ അവിടെ എന്താ സംഭവിക്കുക? അങ്ങനെ ഒരു സിംഗിൾ ഡയോഡ് മാത്രം നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ അവിടെ ഹാഫ് വേവിനെ മാത്രം റെക്ടിഫൈ ചെയ്യും. നെഗറ്റീവ് വേവ് ഫോമിന് അല്ലെങ്കിൽ എ സിൻ്റെ നെഗറ്റീവ് ഭാഗത്തെ എന്ത് ചെയ്യില്ല? റെക്ടിഫൈ ചെയ്യില്ല. അപ്പോൾ ആ നെഗറ്റീവ് വരുന്ന സമയത്ത് കറണ്ട് തീരെ ഇതിൽ കടത്തി വിടൂല. പോസിറ്റീവ് സൈക്കിളിൽ മാത്രം പോസിറ്റീവ് ഹാഫ് സൈക്കിൾ കറണ്ട് കടത്തി വിടും, നെഗറ്റീവ് ഹാഫ് സൈക്കിൾ കറണ്ട് കടത്തി വിടൂല.
അപ്പോൾ ഇങ്ങനെ റെക്ടിഫൈ ചെയ്യുന്നതിനാണ് ഹാഫ് വേവ് റെക്ടിഫയർ എന്ന് പറയുന്നത്. പകുതി വേവിന് പോസിറ്റീവ് ഹാഫ് സൈക്കിളിനെ മാത്രം റെക്ടിഫൈ ചെയ്ത് അപ്പുറത്തേക്ക് നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ DC ആയിരിക്കും, ഡയറക്റ്റ് കറണ്ട് ആയിരിക്കും. പക്ഷെ എന്താണ് അവിടെ വേവ് നെഗറ്റീവ് ഡയറക്ഷനിലേക്ക് പോകണില്ല. പക്ഷെ ഇടയ്ക്കിടയ്ക്ക് കട്ടായിട്ടുള്ള ഇല്ലാത്തൊരവസ്ഥ. അവിടെ റിവേഴ്സ് ബയാസിസിൽ കറണ്ട് കടത്തി വിടാത്തതുകൊണ്ട് പോസിറ്റീവ് ഹാഫ് സൈക്കിൾ മാത്രമേ നമുക്ക് കിട്ടുള്ളൂ. ഇതാണ് ഹാഫ് വേവ് റെക്ടിഫയർ എന്ന് പറയുന്നത്. അപ്പോൾ നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ഫുൾ വേവ് റെക്ടിഫയറിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാം. ഓക്കെ.